പെരുമ്പാവൂരിൽ വിദ്യാർത്ഥി സ്കൂൾ ബസ്സിന് അടിയിൽപ്പെട്ട അപകടത്തിൽ നടപടി. ബസ് ഡ്രൈവർ ഉമ്മറിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ. ശ്യാം, ഇത് എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് നടപടി? കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു പെരുമ്പാവൂരിലെ മെക്ക് UP സ്കൂളിലെ ഈ വിദ്യാർത്ഥി സ്കൂൾ ബസ്സിന് അടിയിൽപ്പെടുന്നത്. അതായത് വൈകിട്ട് ഈ ബസ് ഇറങ്ങിയ ശേഷം സ്കൂൾ ബസ്സിന് മുന്നിലൂടെ ഇവർ ക്രോസ് ചെയ്ത വീട്ടിലേക്ക് കടക്കുന്നതിനിടയിലാണ് ആ ബസ് ഡ്രൈവർ കണ്ടില്ല. തുടർന്ന് ബസ് മുന്നോട്ട് എടുക്കുകയും ഈ കുട്ടി ഈ ബസ്സിനടിയിൽ പെടുകയുമായിരുന്നു. അങ്ങനെ കുട്ടിയുടെ കാലിന് പരിക്കേറ്റിരുന്നു. തുടർന്ന് കുട്ടി ചികിത്സ തേടുകയും ചെയ്തു. ഇതേ തുടർന്ന് അന്ന് പോലീസ് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടുള്ള ഉമ്മറിന്റെ ലൈസൻസ് ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുള്ളത്. അല്ല ശ്യാം, സാധാരണ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിലുള്ള അവരാരെങ്കിലും കുട്ടികളെ കാത്തു നിന്ന് മറ്റു വാഹനങ്ങളൊന്നും വരാതെ ക്രോസ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് അതും ഉണ്ടായില്ല. ആ ബസ്സിൽ നിന്ന് അവിടെ സ്ഥിരം ഇറങ്ങുന്ന കുട്ടികളല്ലേ, അത് ഈ ഡ്രൈവർക്ക് അറിയാതിരിക്കും അവർ അങ്ങോട്ടാണ് ക്രോസ് ചെയ്യാറ്? സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കുട്ടികള് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങനെ വാഹനം എടുക്കാൻ പാടുള്ളൂ. വൈകുന്നേര സമയമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മുന്നോട്ട് ഈ സാധാരണഗതിയിൽ കുട്ടികളെ ഈ ബസ്സിലുണ്ടായിരുന്ന ആയമാരാണ് ഈ റോഡ് ക്രോസ് ചെയ്തും മറ്റുമൊക്കെ വിടിയിപ്പിക്കാറ്. പക്ഷെ ഇവിടെ അത്തരത്തിലൊന്നും നടന്നിട്ടില്ല. ഇവര് സാധാരണ രീതിയിൽ ബസ് ഇറങ്ങി ഈ സ്കൂൾ ബസ്സിന് മുന്നിലൂടെ കടന്നു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഈ ബസ് എടുക്കുകയാണ്. ഒരുപക്ഷെ ഈ ഫ്രണ്ടിലെ ചില്ലുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തായാലും ഈ അലക്ഷ്യമായ വാഹനം ഓടിച്ചതിന് നിലവിൽ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള നടപടി കൂടി ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. എന്തായാലും വളരെ അശ്രദ്ധമായ ഡ്രൈവിംഗ് തന്നെയാണ്. ഡോർ അടയ്ക്കുന്ന വഴി തന്നെ വാഹനം എടുക്കുകയാണ്. സ്ഥിരം ആ കുട്ടികൾ ഇറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് കടക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് അറിയേണ്ടതാണ്. ഇപ്പോൾ എവിടേക്കാണ് കുട്ടികൾ ഇറങ്ങുന്നത്, ഏത് ഭാഗത്താണ് കുട്ടികളുടെ വീടെന്നൊക്കെ പൊതുവെ ഡ്രൈവർമാർക്ക് നല്ല നിശ്ചയം ഉണ്ടാകേണ്ടതാണ്. എന്തായാലും വേഗത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ അപകടം ഉണ്ടാകാത്തത് ഭാഗ്യം.